മാക്സിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ലോണം ഓഫർ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാനും പിന്നെ ചെരുപ്പൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് മാക്സിലേക്കാട്ടോ. ഇതില് എന്റെ കൂടെ 2 കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം എനിക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ബൈ വൺ ഗെറ്റ് വൺ 30%, 50%, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവർക്ക് ഡ്രസ്സും പിന്നെ എനിക്കൊരു ചെരുപ്പ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവനെ എപ്പ പാവ കണ്ടാലും അതിന് അഡിക്റ്റ് ആട്ടോ. പെൺകുട്ടികളൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. ബോയ്സിന്റെ ടീഷർട്ട് ആണെങ്കിൽ 99-നും 199 ഒക്കെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മാക്സിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇവർക്ക് 2 പേർക്കും ടീഷർട്ട് എടുക്കാനാണ് പോയത്. ഇവനൊരു 3 ടീഷർട്ടും മറ്റേ മൂത്തവനൊരു 2 ടീഷർട്ടുമാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അവന് ട്രാക്ക് പാൻറ് വേണം പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു സ്പോർട്സിന്റെ ഷോപ്പ് കയറിയിട്ട് അവിടെ നിന്ന് ഒരു ഷോർട്സും ട്രാക്ക് പാൻറ്റും എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് നമ്മൾ വടകരയുള്ള ഫലൂദ നേഷനിലേക്കാണ്. മോൻ കുറച്ച് ദിവസമായി പറയുന്ന അവന് ഫലൂദ വേണം, അങ്ങനെ ഐറ്റംസ് ഒക്കെ വേണമെന്ന്. അങ്ങനെ നമ്മൾ 2 ഫലൂദയാണ് ഓർഡർ ചെയ്തത്. ഒരു കുട്ടികളെ കിൻഡർ ആ ടൈപ്പ് ഒരു ഐറ്റവും പിന്നെ ഒരു റോയൽ നോർമൽ ഫലൂദയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ റോളും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികളായിട്ട് ഞാനാ കഴിക്കേണ്ടി വന്നിട്ടില്ല, അവൻ കഴിച്ചില്ല കേട്ടോ. അങ്ങനെ അവൻ അതും കഴിച്ചു, മറ്റേത് 2 കൂടെ നമ്മളിവിടെ കഴിച്ചിട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ചെറുതിനാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഇവരെ കൊണ്ടുപോകുന്നത് ഒരു പാർക്കിൽ കയറ്റണം നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ഇവൻ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കുറേ മേത്തും അങ്ങനെയൊക്കെ ആയിട്ട് അലമ്പൊക്കെ ആയിട്ടാണ് കഴിക്കുക. പക്ഷെ കുഴപ്പമില്ല, മാനേജ് ചെയ്യാനുള്ള വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഇവനും കൊണ്ട് പോയി ശീലമായതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മൾ നേരെ വടകരയുള്ള മുനിസിപ്പൽ പാർക്കിലേക്കാണ് പോയത്. ഇത്രയും കാലം വടകര കണ്ടിട്ട് ഞാൻ ഇതിനങ്ങോട്ട് പോയില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ പരിപാടികൾ നടക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് എൻട്രി, പുറമെ അല്ലാത്ത ആൾക്കാർക്ക് ഇല്ല എന്നൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പൊ അവിടെ അങ്ങനെ ചെറിയൊരു കുളമുണ്ട്. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ട്, 2-3 ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ പോയത് മൺഡേ ആണ്. മൺഡേ മോന് സ്കൂളിൽ ഗോകുലോത്സവം അങ്ങനെ എന്തോ പരിപാടി ഉള്ളത് കൊണ്ട് സ്കൂൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വർക്കിന്റെ പോയതുകൊണ്ട് അതുകൊണ്ട് അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വൈകുന്നേരം ചെറിയ 1-2 മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാർക്കിൽ കളിക്കണേ കുറെ കുട്ടികൾ ഉള്ളതാണ് രസം. പക്ഷെ അവന് ആ 1-2 മക്കൾ ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ലാണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. സമാധാനപരമായിട്ട് അവിടെ ഇരിക്കാം. രാത്രി ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഭംഗിയാട്ടോ. രാവിലെ 9 മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഇതിന്റെ ടൈമിങ്. എൻട്രി ഫീസ് നമുക്ക് 3 പേർക്കും കൂടെ അവർ 30 രൂപ എങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് എത്ര അറിയില്ലോട്ടോ, 15 തോന്നുന്നു. 3 പേർക്കും കൂടെ അത്രയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറെ നേരം കളിച്ചു. ഇവരെ കൊണ്ട് പാർക്ക് പോയുള്ള പ്രശ്നം എന്താ വെച്ചാലേ, ഇവര് പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, പക്ഷെ തിരിച്ചു വരൂല. അതാണ് പ്രശ്നം. തിരിച്ച് കൊന്നാലും വരൂല. പോവാ പറഞ്ഞാല് കേൾക്കത്തേ ഇല്ല കേട്ടോ. പിന്നെ മൂത്താളിങ്ങനെ ചെറുതിനിങ്ങനെ ആട്ടി കൊടുത്തും അവനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇക്കാക്ക റോള് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ അവിടെ ഒരു ചെറിയ മോളോട് കിട്ടിയിട്ടുണ്ടായിരുന്നു കളിക്കാൻ ചേർന്ന് കേട്ടോ. അപ്പൊ അവർ രണ്ടാളും കൂടെ സ്ലൈഡിലൊക്കെ ഊരി നല്ല നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് വീഡിയോ അവനാണ് എടുത്തു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റലില്ല. അപ്പോൾ ഇന്ന് മൂത്ത ആള് പറഞ്ഞു അവൻ എടുത്തുതരാ പറഞ്ഞിട്ട് അങ്ങനെ അതും കുറെ വീഡിയോസ് ഒക്കെ എടുത്തു. അതുകൊണ്ട് തന്നെ മണ്ണും പുല്ലും കല്ലും എല്ലാത്തിനും ഇരുന്നിട്ടിട്ടോ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവര് നല്ല കളിയായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടേക്ക് അവിടെ നിൽക്കുന്ന അവര് ഇവന് കമ്പനി ആയിട്ടോ. പിന്നെ അവരവനെ കയറ്റലും ആട്ടലും ഒക്കെ ആയി. പിന്നെ അവിടെ തൊട്ട് തന്നെ ഒരു നാച്ചുറൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് പ്ലൂണാർ സർവത്ത് ഉണ്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്താ ഐറ്റം എന്ന് അറിയാണ്ട് ഞാൻ കുടിച്ചു നോക്കി. പുളിയും വെളുത്തുള്ളി അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണെന്നാ പറഞ്ഞത്. കുടിക്കുമ്പോ നല്ലൊരു മുന്തിരിന്റെ ആ ഒരു പുഴുങ്ങിയ മുന്തിരിന്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നിട്ട് അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ അതും കഴിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനാകുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം ലൈറ്റ് ഒക്കെ ഓൺ ആയിട്ട് രാത്രി കൂടെ ഒരു ദിവസം ഇവിടെ വരണം. അങ്ങനെ ഒരു പ്ലാനിൽ നമ്മൾ ഇന്നത്തെ കലാപരിപാടി അവസാനിച്ചു. ടാറ്റ.